സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഹരിയേട്ടൻ അരുന്ധതിയെ കാണാൻ വരുന്ന സമയത്ത് ഋഷിയെ നേരിട്ട് കാണുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ദേവിക ഭാർഗവിയുടെ വീട്ടിൽ വന്നിട്ട് ഭാർഗവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട്, മോളെ എത്ര നാളായി കണ്ടിട്ട്, മോളെന്താ ഇങ്ങോട്ടൊന്നും വരാതിരുന്നേന്ന് പറയുമ്പോൾ, ഓരോരോ തിരക്കുകളല്ലേ ആൻറ്റി, എന്തായാലും മോളിപ്പോൾ വന്നല്ലോ, സന്തോഷമായി, അകത്തേക്ക് കയറി ആ ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പം, ഞാൻ എല്ലാവരെയും കാണാനായിട്ട് വന്നതാ, ഞാൻ വന്നതിന് വേറൊരു കാര്യവും കൂടി ഉണ്ട്, എനിക്ക് എല്ലാവരോടും കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഈ മുരളി ചോദിക്കുന്നുണ്ട്, എന്താ ദേവിക, നീയും നന്ദനും തമ്മിൽ ഇനി ഒരിക്കലും ഒത്തുപോവില്ലേ എന്ന് ചോദിക്കുമ്പം, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല മുരളിയേട്ടാ, അതിലും വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് ചോദിക്കുമ്പം ഗൗരി പറയുന്നുണ്ട്, നന്ദനും ദേവികയും പിരിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല, നിങ്ങൾ രണ്ട് സ്ഥലത്ത് താമസിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, എല്ലാം മറന്ന് നിങ്ങൾക്ക് ഇനിയും ഒരുമിച്ച് ജീവിച്ചുകൂടെ, നന്ദനൊരു പാവമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും ഇനി അത് നടക്കില്ല, ഞാനും നന്ദുവും അധികം വൈകാതെ തന്നെ രണ്ട് സ്ഥലത്തായിരിക്കും താമസം എന്ന് പറയുമ്പം, അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, നന്ദു ജയിലിലും ഞാൻ എൻ്റെ വീട്ടിലും ആയിരിക്കുമെന്ന്. ആ സമയം ഭാർഗവിയും മുരളിയും എല്ലാവരും ഇങ്ങനെ ഞെട്ടി ദേവികയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഞാൻ കുറേ ദിവസങ്ങളായി ഇത് മുരളിയേട്ടനിൽ നിന്ന് വരെ മറച്ചു വെച്ചേക്കായിരുന്നു, ഇന്നിപ്പോൾ ഈ സത്യങ്ങളെല്ലാം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, ദേവിക നീ എന്തൊക്കെയാണ് ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറയണതെല്ലാം സത്യ മുരളിയേട്ട, നന്ദു ഒരു കൊല ചെയ്തിട്ട് നിൽക്കാന്ന്. ആ സമയം ഇവരെല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ഭാർഗവി ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഈ പറയണേ, നന്ദമ്മ കൊല ചെയ്തു എന്നോ, ആരെ കൊന്നു എന്നാണ് പറയണേന്ന് ചോദിക്കുമ്പം, അരുന്ധതി മേഡത്തിൻ്റെ മകനെ കാണാണ്ടായിട്ട് കുറച്ച് നാളായിട്ട് അന്വേഷണത്തിലല്ലായിരുന്നോ, ഇനിയിപ്പോൾ ഋഷിയെ ആർക്കും കാണാനൊന്നും പറ്റില്ല, ഋഷിയെ നന്ദു കൊന്നെന്ന്. അത് കേട്ടതും മുരളി പറയുന്നുണ്ട്, എന്നാ ഇത് സംഭവിച്ചാൽ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറയുമ്പം, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് മുരളിയേട്ട, അതുകൊണ്ട് നന്ദു എല്ലാവരിൽ നിന്നും അകന്നതും മുരളിയേട്ടനുമായിട്ടുള്ള സൗഹൃദമൊക്കെ വേണ്ടെന്ന് വെച്ചതും, അതുപോലെ ആ പ്ലാന്റിന് എന്നെ കൊണ്ട് നിർബന്ധിച്ച് അനുമതി കൊടുത്തതും ഈ ഒരു കൊലപാതകത്തിൻ്റെ പേരിലാണ്. പിന്നീട് എൻ്റെ ഫയൽ കാണാതായില്ലേ, ആ ഫയലും നന്ദു എടുത്ത് മാറ്റി വെച്ചത് ഈ ഒരു കൊലപാതകത്തിൻ്റെ പേരിലാന്ന് പറയുമ്പോൾ മുരളി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ കൊല ചെയ്തതിന് ഫയലൊക്കെ എടുത്ത് മാറ്റി വയ്ക്കണത് എന്തിനാന്ന് ചോദിക്കുമ്പം, അതെനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല, എന്തായാലും ഈ കൊലപാതകത്തിൻ്റെ കാര്യം കെവിനും ഇസബല്ലയ്ക്കും അറിയാം, മിക്കവാറും അവരായിട്ട് തന്നെ നന്ദുവിനെ ഭീഷണിപ്പെടുത്തി അതൊക്കെ ചെയ്യിപ്പിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അത് നേരായിരിക്കും, ഇപ്പോൾ ഇസബല്ലയ്ക്കും കെവിനും നന്ദൻ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പണ്ടത്തെ പോലെയൊന്നുമല്ല, എന്നെ കണ്ടാലൊന്നും നന്ദൻ മൈൻഡ് ചെയ്യാറില്ല എന്ന്. അന്നേരം ദേവിക പറയുന്നുണ്ട്, അത് ഇതുകൊണ്ടായിരുന്നു, ഞാനും ഗിരീഷേട്ടനും വന്ന് ഇസബല്ലേനെയും നന്ദുവിനെയും ആ ഹോം സ്റ്റേ ചെന്ന് പിടിച്ചപ്പോഴും നന്ദു ഇസബല്ലയെ സംരക്ഷിക്കാൻ നോക്കിയത്, ഞങ്ങളെ കണ്ടതിൻ്റെ ഒരു പേടിയോ പകപ്പോ ഒന്നും നന്ദുവിന് ഉണ്ടായിരുന്നില്ല എന്ന്. അന്നേരം മുരളി പറയുന്നുണ്ട്, ചിലപ്പോൾ ഇസബല്ലയും കെവിനും ഇത് പേരും പറഞ്ഞ് നന്ദനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാകുമെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകാനാണ് തീരുമാനം, അച്ഛനാണെങ്കിൽ ഹരിയങ്കളിനെ വിളിച്ചു വരുത്തിയത് അതിന് വേണ്ടിയിട്ടാണ്. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, മുരളി പറഞ്ഞിരുന്നു ഹരിസാറ് വന്നിട്ടുണ്ടെന്ന്, ഞങ്ങൾ വിചാരിച്ചത് ദേവികയും നന്ദനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനാണ്, ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന്. അന്നേരം ദേവിക പറയുന്നുണ്ട്, ഹരിയങ്കൾ അതിന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം, ഹരിസാർ എന്താ തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അത് ഒന്നും അറിയില്ല, എന്തായാലും നന്ദു നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങുന്നത് തന്നെയാണ് ഞാനും അച്ഛനും ഗിരീഷേട്ടനും ഹരിയങ്കളും എല്ലാവരും പറയണേന്ന്. ആ സമയത്ത് ഭാർഗവിയാണ് ഇങ്ങനെ എണ്ണിപ്പിറക്കുന്നുണ്ട്, പ്രഭകുഞ്ഞിന് എന്നും ഓരോ പ്രശ്നങ്ങളാണല്ലോ, ഇതെൻ്റെ പ്രഭകുഞ്ഞ് എങ്ങനെ സഹിക്കുമെന്ന് പറയുമ്പം മുരളി പറയുന്നുണ്ട്, ശരിക്കും പ്രഭയാൻ്റെ ഇത് നേരത്തെ അറിഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അതെ അമ്മയ്ക്ക് അറിയായിരുന്നു, അമ്മ ഞങ്ങളോട് സത്യങ്ങളൊന്നും പറയാതിരുന്നതാണ്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, എന്നാലും നന്ദൻ ഇതുപോലൊരു പറ്റിയില്ലോ, ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല ദേവികയെന്ന് ചോദിക്കുമ്പം, ഒരാളെ കൊന്ന കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാ ഗൗരി, എന്തായാലും നിയമത്തിന് മുന്നിൽ കീഴടങ്ങി ഉള്ള ശിക്ഷ വാങ്ങണേ നല്ലതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെയും പ്രഭാവതിനെയാണ്. പ്രഭാവതിയാണെങ്കിൽ നന്ദനോട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറയുമ്പം നന്ദൻ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട അമ്മേ, വിശപ്പില്ല, നീ ഇങ്ങനെ വിഷമിക്കല്ല, എന്തെങ്കിലും ഒരു വഴി കാണുമെന്ന് പറയുമ്പം, ഇനി എന്ത് വഴിയാണ് അമ്മേ, എനിക്ക് ജയിലിൽ പോണേനൊന്നും കുഴപ്പമില്ല, പക്ഷേ ദേവി എന്നെ ഇട്ടിട്ട് പോയില്ലേ, അതാ എനിക്ക് വിഷമം, ദേവി എന്നോട് ഒരിക്കലും ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അവളെ കുറ്റം പറയാൻ പറ്റുമോ നന്ദു, എന്തായാലും നിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നുപോയി, അന്ന് ഈ കൊലപാതകം നടന്നപ്പോൾ തന്നെ അച്ഛനോടും ദേവികയോടൊക്കെ തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഇതിപ്പോൾ നീ ഇസബല്ലയുടെ കൂടെ പല സ്ഥലത്തും പോയത് കൊണ്ടല്ലേ ദേവികയ്ക്ക് നിന്നോട് ദേഷ്യമായത്, അല്ലെങ്കിൽ ദേവിക നിൻ്റെ കൂടെ തന്നെ നിന്നേനെ,
അമ്മ ദേവിയായിട്ടൊന്ന് സംസാരിക്കുന്നു പറയുമ്പം ഞാൻ പല പ്രാവശ്യം മോളായിട്ട് സംസാരിക്കാൻ നോക്കി, പക്ഷേ അവൾ എൻ്റെ സംസാരം കേൾക്കാൻ പോലും നിൽക്കണില്ല. ഇപ്പോൾ അവൾക്ക് പ്രധാനം നിങ്ങൾ തമ്മിലുള്ള ജീവിതമല്ല, ഈ കേസ് എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണം എന്നുള്ള തീരുമാനത്തിൽ അവൾ നിൽക്കണം. നീ നിയമത്തിന് മുന്നിൽ കീഴടങ്ങുന്നത് തന്നെയാണ് ദേവികയുടെയും അതുപോലെ അച്ഛൻ്റെയും ഹരിയേട്ടൻ്റെയും ഒക്കെ ആഗ്രഹം. ഗിരീഷേട്ടനെ എന്നാ അമ്മയെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഗിരീഷും ഇത് തന്നെയാണ് പറയണത്. ഇനിയിപ്പോൾ ഇത് മറച്ചു വെച്ചിട്ടൊന്നും കാര്യങ്ങളില്ല, പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും സത്യങ്ങൾ അറിയട്ടെ എന്ന് തന്നെയാണ് ഗിരീഷ് പറയുന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയാണ്. രജനി ഗിരീഷിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗിരി ചന്ദ്രോത്ത് പോയിട്ട് അച്ഛനും അമ്മയ്ക്ക് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അവിടെ സാറും മേഡവും ആകെ വിഷമിച്ചിരിക്കുക. അപ്പം നന്ദനോന്ന് ചോദിക്കുമ്പം നന്ദനും വിഷമമുണ്ട്. പിന്നീട് അവൻ എന്ത് വന്നാലും നേരിടാന്നുള്ള ധൈര്യത്തിൽ തന്നെ ഇരിക്കണേ. ഹരിയങ്കിൾ വന്നിട്ട് എന്താ ഗിരി പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഹരിയങ്കിളിന് ഈ നന്ദൻ്റെ സംസാരമൊന്നും വിശ്വസിച്ചിട്ടില്ല, എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉള്ളതുപോലെ ഹരിയങ്കിളിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹരിയങ്കിൾ അരുന്ധതി മേഡത്തിൻ്റെ വീട് വരെ ഒന്ന് പോകണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പോയോ എന്ന് ചോദിക്കുമ്പം ഇന്ന് പോകും, എന്തായാലും പോയി വന്നതിന് ശേഷം ചന്ദ്രത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഹരിയങ്കിൾ എന്തിനാ അരുന്ധതിയുടെ വീട്ടിൽ പോകണേന്ന് ചോദിക്കുമ്പം ഗിരീഷ് പറയുന്നുണ്ട്, അവരുടെ മകനെയല്ലേ നന്ദൻ കൊന്നു എന്ന് പറയണത്, അവരുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണമല്ലോ. ഇനിയിപ്പോൾ നന്ദൻ പറഞ്ഞത് മാത്രം വിശ്വസിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും ഹരിയങ്കിൾ അങ്ങോട്ട് പോണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും ഡിവൈഎസ്പിനെയാണ്. ഇസബല്ലയാണെങ്കിൽ കുരുവിളയോട് പറയുന്നുണ്ട്, പാപ്പ നമ്മളറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ഇന്ന് കെവിൻ വന്നിരുന്നു, കെവിൻ്റെ മുഖം ആകെ പേടിച്ച പോലെ ഇരുന്ന്. അതുമാത്രമല്ല കെവിനൊരു സംശയം പറഞ്ഞു, അവസാനം കെവിൻ്റെ കഴുത്തിൽ കുരുക്ക് വീഴുമെന്നൊരു സംശയം പറഞ്ഞതെന്ന് പറയുമ്പം ഈ പാപ്പൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊന്നും അല്ല മുന്നോട്ട് പോകുന്നത്, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഇത് പ്രശ്നമാവുമെന്ന്. ദേവിക അങ്ങനെ നിയമം വിട്ട് കളിക്കണ ആളൊന്നുമല്ല. അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ സാറാണെങ്കിലും നിയമത്തിൻ്റെ വഴിക്കേ പോകുള്ളൂ. സ്വന്തം മകനാണെങ്കിലും ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനും അതിന് കൂട്ടു നിൽക്കാനും അവർ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇത് കേസാവും. കേസായി കഴിഞ്ഞാൽ ആദ്യം പെടണത് കെവിനായിരിക്കും. ആ സമയം ഇസബല്ല പറയുന്നുണ്ട്, പാപ്പ വേറൊരു മാർഗ്ഗമില്ലേ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ആകെ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, അത് ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം എല്ലാവരും അറിയിക്കുക. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ കേസും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ആ സമയം ഇസബല്ല പറയുന്നുണ്ട്, അങ്ങനെയാകുമ്പോൾ നന്ദൻ സമാധാനമായിട്ട് ജീവിക്കില്ലേ, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്നാൽ പിന്നെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഋഷിയെ അങ്ങോട്ട് കൊന്നാലോ പാപ്പാന്ന്. ആ സമയത്ത് പാപ്പ പറയുന്നുണ്ട്, ബെല്ല നീ എന്തൊക്കെയായി പറയണേ, നീ ഇപ്പോൾ പറഞ്ഞ് കൂടുതൽ ഗൗരവമായ കാര്യങ്ങളാണല്ലോ പറയണേ. ഇത്രയും നാളും ഞാൻ വിചാരിച്ചത് നീ അത്ര സീരിയസ് ഒന്നും അല്ലാന്നാ, നന്ദനെ നിനക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്നാ. പക്ഷെ നീ ഇപ്പം സംസാരിക്കുന്നത് ക്രിമിനൽസ് സംസാരിക്കും പോലെയാണല്ലോ, വെറുതെ അങ്ങോട്ട് നിസ്സാരമായിട്ടാണോ ഒരാളെ കൊല്ലണ കാര്യം പറയണേന്ന് ചോദിക്കുമ്പം അതല്ല പാപ്പ, ഞാൻ നന്ദനെ ഒരുപാട് ആഗ്രഹിച്ചതാ. അന്ന് അവനിഷ്ടം ദേവികേനെ ആയിരുന്നു. ഇനിയിപ്പോൾ ദേവിക എന്തായാലും അവനെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് അവനെ കിട്ടണമെങ്കിൽ ഈ ഒരു കൊലപാതക കേസ് അവൻ്റെ തലയിൽ തന്നെ ഉണ്ടാവണം. ഇനിയിപ്പോൾ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോയാൽ സത്യങ്ങൾ അറിയൂലേ, പിന്നെ നീ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് DYSP ചോദിക്കുമ്പം ഇസബല്ല പറയുന്നുണ്ട്, അതല്ല നമ്മൾ ഋഷിയെ കൊന്ന് കുഴിച്ചിടണം, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പം ഈ DYSP പറയുന്നുണ്ട്, അതിന് നന്ദൻ ഋഷിയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ, ഇനിയിപ്പോൾ ഋഷിയെ കൊന്ന് കുഴിച്ചിട്ടിട്ടും ഒരു കാര്യമില്ല, ബോഡിക്ക് അത്രയധികം പഴക്കം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഇന്നോ നാളെയോ കൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷണം വരുമ്പം ബോഡി പരിശോധിക്കുന്ന സമയത്ത് എത്ര ദിവസം പഴക്കമുള്ള ബോഡിയാണെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ആ ഒരു പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും കുടുങ്ങാൻ പോണത് നീ തന്നെയായിരിക്കും. ഒരു കൊലപാതകത്തിന് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് നിനക്കറിയോ? ചിലപ്പോൾ ജീവപര്യന്തമായിരിക്കും, അല്ലെങ്കിൽ കൊലക്കയറായിരിക്കും. അത് കേട്ടതും ഇസബല്ലയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ അരുന്ധതി വന്ന് ഡോറ് തുറന്നതും ഈ ഹരിയങ്കളാണെങ്കിൽ അരുന്ധതി അല്ലേ എന്ന് ചോദിക്കണു. അന്നേരം അരുന്ധതി അതെ, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പം എന്നെ അരുന്ധതിക്ക് മനസ്സിലായില്ലേ, ഞാൻ ഹരിയാന്ന് പറയുമ്പം ആ സാറിനെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു, സാർ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നിട്ട് 2 ദിവസമായുള്ളൂ, എനിക്ക് പ്രൊഫൈൽ ഒന്ന് കാണണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എനിക്കിതിലെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അരുന്ധതിയെ കാണാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് അരുന്ധതി വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പം അരുന്ധതി ആണെങ്കിൽ പ്രത്യേകിച്ച് ഋഷിയുടെ കാര്യമൊന്നും പറയണില്ല. ആ സമയത്ത് ഹരിയങ്ങൾ ചോദിക്കുന്നുണ്ട്, ഋഷിയെ കാണാനില്ല എന്ന് പറയണ കേട്ടു, നേരാണോ അരുന്ധതി എന്ന് ചോദിക്കുമ്പം അരുന്ധതിക്ക് അത് വലിയ കാര്യമുള്ള കാര്യമായിട്ടൊന്നും തോന്നണില്ല, കാരണം ഋഷി വീട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് അരുന്ധതി സാമട്ടിക്കടെയാണ് അതിന് മറുപടി പറയണത്. അന്നേരം
ഹരിയെങ്കിൽ ചോദിക്കുന്നുണ്ട്. പ്രഭ പറഞ്ഞു ഋഷിയെ കാണാനില്ല എന്നും പറഞ്ഞ് അരുന്ധതി ഭയങ്കര ടെൻഷനിലാണ്. പക്ഷേ അരുന്ധതിയെ കണ്ടപ്പോൾ പ്രഭ പറഞ്ഞ അത്ര ടെൻഷനൊന്നും ഇല്ലല്ലോ എന്ന് പറയണു. ആ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഋഷി എങ്ങാനും ഈ സമയത്തും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവില്ല ഭഗവാനെ, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഈ അരിയങ്കളാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നന്ദനും പ്രഭയും പറഞ്ഞതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഇവരുടെ മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരിപ്പോൾ ഈ രീതിയിൽ നിൽക്കുകയൊന്നുമില്ല. ഇവർക്ക് അതിൻ്റേതായ ഒരു ടെൻഷനോ സങ്കടമോ വിഷമോ ഒന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഇവരുടെ മകൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. ഈ സമയം നമ്മളുടെ ഋഷിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റതും ഋഷി താഴേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ആ സമയത്ത് അരുന്ധതിയാണെങ്കിൽ ഋഷി ഇപ്പോൾ വരുമല്ലോ എന്നുള്ള ഇങ്ങനെ ടെൻഷനിലിരിക്കുകയാണ്. അന്നേരം ഈ ഹരിയങ്ങൾ ചോദിക്കുന്നുണ്ട്, അരുന്ധതിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാറേ, ഇവിടെ വേറെ ആരും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ അരുന്ധതിയാണെങ്കിൽ കൂടെ കൂടെ മേളിലേക്ക് ഇങ്ങനെ നോക്കണം കാണുമ്പം ഹരിയങ്കളിന് സംശയം തോന്നുന്നുണ്ട്. അണ്ട് ഹരിയങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ ആരോ ഉണ്ട്, അവരിങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടോ എന്നാണ് അരുന്ധതി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് ചിലപ്പോൾ ഞാൻ കാണാൻ പാടില്ലാത്ത ആളായിരിക്കും, ഇനിയിപ്പോൾ ഋഷി തന്നെ ആവാനും മതി എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് മേളിൽ നിന്നും സൗണ്ട് കേട്ടതും ഹരിയങ്കൾ പറയുന്നുണ്ട്, മേളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം വലിയ പൂച്ചയും കയറിയതായിരിക്കും സാറേ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് ഈ അരുന്ധതിയാണെങ്കിൽ മേളിലോട്ട് പോകുന്നുണ്ട്. മേളിലോട്ട് കയറി പോകുമ്പം ഈ അരുന്ധതി ഹരിയങ്കൾ എന്തെടുക്കുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെ കൂടെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി മേളിലേക്ക് പോകണ കാണുമ്പോൾ തന്നെ ഈ ഹരിയങ്കളിന് നല്ല സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി മേളിലേക്ക് പോയതും ഹരിയങ്കൾ ഈ അരുന്ധതിയുടെ പ്രവൃത്തിയിൽ സംശയം തോന്നിയതുകൊണ്ട് തന്നെ അരുന്ധതി കാണാതെ പതിയെ അരുന്ധതിയുടെ പുറകെ തന്നെ ഹരിയങ്കളും കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ അരുന്ധതി മേളിൽ ചെന്നതും ഋഷിയുടെ റൂമിലേക്കാണ് പോണേ. അങ്ങനെ ചെന്നിട്ട് ഋഷിയോട് അരുന്ധതി പറയുന്നുണ്ട്, മോനെ നീ ഇപ്പോൾ താഴോട്ടൊന്നും ഇറങ്ങി വരരുത്, അങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം അമ്മയെന്ന് ചോദിക്കുമ്പം അവിടെ ഒരാൾ വന്നിട്ടുണ്ട്, മിക്കവാറും നിന്നെ തേടി വന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. അന്നേരം ഈ ഋഷി ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാ തേടി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, പ്രഭാവതിയാണ് അയാളെയും കൂടി പറഞ്ഞു വിട്ടിരിക്കണേന്ന്. അത് കേട്ടതും ഋഷിക്ക് ചെറുതായിട്ടൊരു പേടിയാവുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ഹരിയങ്കളാണെങ്കിൽ വാതിലിൻ്റെ അവിടെ നിന്നിട്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പം ഈ അരുന്ധതിയും ഋഷിയും നിന്ന് സംസാരിക്കുന്നത് കാണുന്നുണ്ട്. ഇവർ പറയുന്ന ആ കാര്യങ്ങൾ കേൾക്കണമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് മനഃപൂർവ്വം നന്ദനെ കൊലപാതകിയാന്ന് ചിത്രീകരിച്ചേക്കണെയാണ്. നന്ദൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തായാലും ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.